ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ന്യൂ ഇയർ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തോ? എന്താ നിങ്ങളുടെ ന്യൂ ഇയർ പരിപാടി? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ ക്രിസ്മസിനും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. ഇന്ന് വന്നിട്ട് ഒരു കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കീ ചെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മുമ്പ് ഏതോ ഒന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് കീ ചെയിൻ ഉണ്ടാക്കുന്നതും. ലെറ്റേഴ്സാണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഞാൻ ഫസ്റ്റ് ലെറ്ററായ എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എ മുതൽ സെഡ് വരെ നമുക്ക് ചെയ്യാം. ഓരോ ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടോ എ ടു സെഡ് വരെ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടാക്കാം, കീ ചെയിൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എ മുതൽ സെഡ് വരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ലെറ്റർ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ ബീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ക്യാമറ കുറച്ചൊന്ന് പൊക്കി വെക്കട്ടെ കേട്ടോ. സെറ്റ് കണ്ടോ? ഈ ഒരു കോപ്പർ വയർ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ടിങ്ങിൽ 4 ബീഡ് കോർക്കണം. ഇതാ 3 ബീഡ് കോർത്തു. 3 ബീഡ് കോർത്തിട്ട് 4ാമത്തെ ബീഡ് ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കണം. ഇങ്ങനെ കോർക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരും കേട്ടോ. ഇതേപോലെ കോർത്തെടുക്കുക. കണ്ടോ? ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. അടുത്ത വന്നിട്ട് വീണ്ടും അതേ മെത്തേഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ 3 ബീഡ് കോർത്തിട്ട് 4ാമത്തതാണ് ഓപ്പോസിറ്റായിട്ട് കോർത്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോന്നിലും ഓരോ ബീഡ് കോർക്കുക. കണ്ടോ? ഇതേപോലെ കോർത്തതിന് ശേഷം അടുത്ത ബീഡ് നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക കേട്ടോ. ഓക്കെ, വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം. കണ്ടോ? ഇതേപോലെ വരണം. അപ്പോൾ ഇതേപോലെ വരുമ്പോൾ ഈ ഒരു സെൻറ്ററിലെ ബീഡില്ലേ, സെൻറ്ററിലെ ബീഡ് വന്നിട്ട് 7 എണ്ണം വെക്കുക കേട്ടോ. ഇതിപ്പോൾ 4 എണ്ണേ ആയിട്ടുള്ളൂ. 7 എണ്ണം വേണം. സെൻറ്ററിൽ ഉള്ള ബീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പോകുന്നില്ല, ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കട്ട് ചെയ്യുന്നില്ല, വീഡിയോ കണ്ടിന്യൂ ആയിട്ട് പോവാണ്. അപ്പോൾ ഒപ്പം ചെയ്യുന്നവർക്ക് നമ്മൾ ഒപ്പം ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ പതിയെയാണ് സംസാരിക്കുക. പിന്നെ നമ്മൾ വർക്കിനനുസരിച്ചിട്ടുള്ള സ്പീഡ് കൂട്ടാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ സെൻറ്ററിൽ 5 ആയിട്ടുണ്ട്. ഇനി ഇത് 6ാമത്തതാണ്. ആറാമത്തത് കോർത്തു. ഓക്കെ, ലാസ്റ്റ് വൺ 7ാമത്തത്. 7 എണ്ണമാണ് സെൻറ്ററിൽ വേണ്ടത്. അപ്പോൾ 7ാമത്തത് കോർക്കാം.
കണ്ടോ, 1 2 3 4 5 6 7 7. ഓക്കെ, ഇനി വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഈ 2 ത്രെഡ് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഭാഗത്തുള്ളത് ജസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഈ സൈഡിലേക്ക് വന്നു. ഓക്കെ, അടുത്ത വന്നിട്ട് ഈ ഭാഗത്തുള്ളത് വരുമ്പോൾ ഈ ഒരു ബീഡിലൂടെ വന്നിട്ട് ഈ ബീഡിലൂടെ വന്നിട്ട് ഈ ബീഡിലെത്തണം. ഓക്കെ, ഇങ്ങനെ റൗണ്ടിൽ വരണം കേട്ടോ. അപ്പോൾ 3 ബീഡിൽ കോർത്തിട്ട് വരണം. ബാക്ക്ഗ്രൗണ്ടിലൊരു കാക്ക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് വന്നു. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. ഓരോ ബീഡ്, രണ്ടിലും ഓരോ ബീഡ് കോർക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത ബീഡ് നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക കേട്ടോ. ഇപ്പോൾ വന്നിട്ട് ഇത് സൈഡിലേക്ക് പോയി. കണ്ടോ, ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം അടുത്തത് നമ്മുടെ നൂല് അല്ലെങ്കിൽ വയറ് ഈ ഒരു ഭാഗത്തേക്ക് വരണം. ഓക്കെ, നമ്മൾ ഏന്ന് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണ്ടേ. അപ്പോൾ ഇവിടത്തേക്കാണ് ഈ ഒരു വയറ് വരേണ്ടത്. അപ്പം ഫസ്റ്റ് വന്നിട്ട് ഇതേപോലെ ഇപ്പുറത്തേക്ക് കോർക്കാം. ഇത് ഈ ഭാഗത്തേക്ക് വന്നു. അടുത്ത വന്നിട്ട് ഈ ഒരു 3 എണ്ണത്തിലൂടെ വരണം കേട്ടോ. ഇതിലെ അപ്പോൾ ഇപ്പുറത്തേക്ക് വരും. അതേപോലെ കോർത്തെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബീഡിൽ കോർത്തു. സെക്കൻഡ് ബീഡിൽ കോർത്തു. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു 3ാമത്തെ ബീഡിൽ കോർത്തു. ഓക്കെ, ഇതേപോലെ കോർത്ത് കേട്ടോ. ഇനി വന്നിട്ട് നേരത്തെ പോലെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ കണ്ടിന്യൂ ആയിട്ട് പോവാം. അപ്പോൾ ഇവിടെ കുറച്ച് കോഴിക്കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല രീതിക്ക് ബഹളം വയ്ക്കുന്നുണ്ട്. ഒരു വഴിക്ക് കാക്ക, ഒരു വഴിക്ക് അവരുടെ ശബ്ദം. ഞാനൊന്ന് ജസ്റ്റ് അവരെ നോക്കിയിട്ട് വരുന്നു. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നേരെ താഴേക്ക് വരണം. അപ്പോൾ താഴേക്ക് വരുമ്പം ഇതിന് കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ 7 എണ്ണം വരണം. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. 2 ഭാഗത്തും ഓരോന്നായിട്ട് കോർത്തു കേട്ടോ. ഇങ്ങനെ കോർത്തു. എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. കണ്ടോ, അപ്പോൾ സെൻറ്ററിൽ വന്നിട്ട് 3 എണ്ണം വന്നു. അപ്പോൾ 7 എണ്ണമാണ് വരേണ്ടത് കേട്ടോ. നാല്,
5 6 ലാസ്റ്റ് 1 ഏഴാമത്തത് കേട്ടോ. അപ്പോൾ ഏഴാമത്തത് കൂടെ ജസ്റ്റ് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇതേപോലെ വന്നു കേട്ടോ. ഇനി വന്നിട്ട് ഈ ഒരു മൂന്നാമത്തെ ബീഡിലെ ഈ മൂന്നാമത്തെ ബീഡിലേക്ക് ഈ ഒരു വയറ് എത്തിക്കണം കേട്ടോ. 1 2 3 മൂന്നാമത്തെ ബീഡാണ് കേട്ടോ. അപ്പം നമുക്കിതിനെ ഈ ഒരു ത്രെഡിനെ അല്ലെങ്കിൽ ഈ ഒരു വയറിനെ ജസ്റ്റ് ഈ ഭാഗത്തുള്ളത്, അപ്പോൾ ഈ ബീഡിലൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കറങ്ങി ഇവിടെ എത്തണം. അതേപോലെ ഈ ഭാഗത്തുള്ളത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് അടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. അപ്പോൾ കോർക്കുമ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ കോർക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ കണ്ടോ വയറ് കാണുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരെ ഓപ്പോസിറ്റായിട്ട് പോയാൽ മതി കേട്ടോ. നമ്മൾ വന്ന വഴി അങ്ങ് തിരിച്ച് പോവാം. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ ബീഡിൻ്റെ അടുത്തെത്തി. അപ്പോൾ മൂന്നാമത്തെ ബീഡ്സിലാണ് നമുക്ക് ഇതിനെ എത്തിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടത്തേക്ക് ചാടി വരാൻ നിൽക്കരുത്. നേരെ ഇങ്ങനെ വന്നിട്ട് ഇതിലേ ഒന്ന് ചുറ്റി വരണം കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാലേ വർക്ക് നീറ്റാവുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ആവും, പക്ഷെങ്കിൽ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഒരു വയർ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത വയർ വന്നിട്ട് ഇതിലെടുക്കാം. ഒരു ഭാഗത്ത് കോഴിക്കുട്ടി, അടുത്തത് കാക്ക, എല്ലാവരും കൂടി ആകെ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തങ്ങ് വിട്ടേക്കിട്ടോ. ആ ഒരു വോയിസ് അവരുടെ എന്താ കരയുന്നൊരു താളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകും. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അവരെ വായൊന്നും നമുക്ക് പൂട്ടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അവരൊക്കെ സൈലൻ്റായി നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ച് ശബ്ദമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ രാത്രി ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെനിക്ക് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് 3 വിത്തെടുത്തു, ഇങ്ങനെ കോർത്തു, അങ്ങനെ കോർത്തു, ഇതാ ഇപ്പം 4ാമത്തെ കോർത്തു, അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. എനിക്കൊരു സുഖം കിട്ടില്ല പറയുമ്പോൾ. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു തോന്നലും എനിക്ക് വരും കേട്ടോ. ഓക്കെ, ഇവിടെ വന്നിട്ട് 3ാമത്തെ ബീഡിലെത്തി. ഇനി വന്നിട്ട് നേരെ ഇപ്പോഴത്തെ സൈഡിലെ 3ാമത്തെ ബീഡിലാണ് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നേരെ തൊട്ടിപ്പുറമുള്ള 3ാമത്തെ ബീഡിൽ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇവിടുത്തെ സെൻറ്റർ ബീഡ് അവിടെയുണ്ട്. 2 ബീഡ് കോർക്കാം, ഓരോന്നിലും ഓരോ ബീഡ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ്, ഈ ഒരു മെത്തേഡിന് മാറ്റമില്ല. വരുന്ന വഴിയാണ് നോക്കേണ്ടത്. വയറ് വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ കോർക്കാം. കണ്ടോ? ഇനി വന്നിട്ട്
നേരെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2 ബീഡ്, ഓരോന്നിലും ഓരോ ബീഡ് കോർക്കുക. സെൻറ്റർ ബീഡ് ഓപ്പോസിറ്റായിട്ട് കോർക്കേണ്ടത് ഓൾറെഡി നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ എടുക്കുക, 2ലും ഓരോന്നായിട്ട് കോർക്കാം. ഈ 3ാമത്തെ ബീഡല്ലേ, അപ്പോൾ ഇതിനെ ഒന്നിങ്ങനെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങോട്ടേക്കും കോർക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു കുഞ്ഞു എ ആയില്ലേ. ഓക്കെ, ഇനി വന്നിട്ട് ഇതിനെ അടുത്തുള്ള ബീഡ്സിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ കെട്ടി വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു കോപ്പർ വയറായതുകൊണ്ട് പിരിച്ചിട്ട് അടുത്തുള്ള ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കോർക്കാം. അപ്പം നൂലാണെങ്കിൽ കെട്ടി വെക്കാം. നൂല് ചെയ്യുമ്പോൾ എന്താ ശരിക്കും ഇങ്ങനെ ഇതായിട്ട് നിൽക്കില്ല, ഒരു ഫ്ലെക്സിബിൾ ഉണ്ടാവും. അതിന് വലിയ കുഴപ്പമില്ല, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നൂലുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഞാൻ അടുത്തുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇതിനെ ഒന്ന്, ഇവരെന്തിനാണോ അപ്പോൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്, എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അല്ലേ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പിരിച്ച് വെക്കുക കേട്ടോ. കണ്ടോ, ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ അടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. കണ്ടോ, ഇതേപോലെ കോർത്തിട്ട് നല്ല രീതിക്ക് വലിക്കുക. എന്നിട്ട് ബാലൻസ് ഇങ്ങനെ പുറത്ത് വന്നില്ലേ, അപ്പം അത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കണ്ടോ, എ ആയി സെറ്റ്. ഇനി വന്നിട്ട് ഇതേപോലത്തെ ഒന്നുകൂടെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ കോർക്കണം, രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഭാഗത്താണ് ഇത് എൻഡ് ചെയ്തത്. ഓക്കെ, ഇവിടെയാണ് എൻഡ് ചെയ്തത്, ഉള്ളിലാക്കിയത്. അപ്പോൾ അടുത്ത വന്നിട്ട് ബാലൻസ് വന്നത് ഇത് വയറ് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ, കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അവിടുത്തെ എല്ലാം കാലാവസ്ഥ എന്താണ്, ഇതേ ഇങ്ങനെ വന്നു കേട്ടോ, കാണുന്നില്ലേ, ഇങ്ങനെയാണുള്ളത്. ഓരോന്നിനും മാച്ചായിട്ടുള്ള ഫ്രണ്ടിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ഒന്നിൽ ഒരു ബീഡ് കോർക്കാം. ഓക്കെ, എന്നിട്ട് വന്നിട്ട് ഇതിന് നേരെ ഇപ്പുറത്തുള്ള ബീഡ്സിലേക്ക് കോർക്കാം. ഏത് ബീഡാണോ ആ ബീഡിലേക്ക് കോർക്കാം. കണ്ടോ, ഈ ബീഡാണ് നമ്മളിപ്പോൾ കോർത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത എന്താ, 2 സൈഡിൽ ഓരോ ബീഡ് കോർത്താൽ അടുത്ത വന്നിട്ട് ഒരു ബീഡ് ഓപ്പോസിറ്റായിട്ട് കോർക്കും. അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ബീഡ് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഇതേ ഇങ്ങനെ വന്നു. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഒരു
ഒരു വയറിൽ ഒരു ബീഡ്, ഒരു വയറിൽ ഒരു ബീഡ്, പിന്നെ ഓപ്പോസിറ്റായിട്ട് അതേപോലെ ഒരു ബീഡ് നമ്മൾ എക്സ്ട്രാ കോർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ്ട്രാ വന്നിട്ട് സെൻറ്ററിലെ ബീഡ് മാത്രമേ കോർക്കണ്ടൂ കേട്ടോ. അപ്പോൾ അവർ ശബ്ദം കൂട്ടുന്നുണ്ട്, ഞാൻ കൂട്ടുന്നതിനേക്കാളും നല്ല രീതിക്ക് അവർ കൂട്ടുന്നുണ്ട് കേട്ടോ ശബ്ദം. കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവർ ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. സ്ഥലം മാറിയതിൻ്റെ പ്രശ്നമായിരിക്കില്ലേ ചിലപ്പോൾ, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇനി വന്നിട്ട് ഒരു ബീഡ് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ കണ്ടിട്ട് ബോറടിക്കുന്നവർ കുറച്ച് സ്പീഡിൽ അങ്ങ് വിട്ടാൽ മതി കേട്ടോ, 2x അങ്ങ് വിട്ടാൽ മതി. അല്ലാത്തവർ ചിലർക്ക് മനസ്സിലാവില്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ചിലർക്ക് മനസ്സിലാവില്ല. ഇതാകുമ്പം എൻ്റെ ഒപ്പം തന്നെ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ചെയ്തു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാ ഇത്ര എത്തിയെന്ന് പറയാത്തത്, ഒരുമിച്ച് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് വീഡിയോ എടുത്ത് പോകുന്നത്. ഓക്കെ, അടുത്ത് വന്നിട്ട് ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം, അവിടെ എത്തിക്കാം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബീഡിലേക്ക് കോർക്കാം. അവരിങ്ങനെ ബഹളം വെച്ചിട്ട് ഇന്നലെ ഇവിടെ ഒരു കുറുക്കൻ വന്നു, കുറച്ച് സമയം ഇങ്ങനെ പരിധി നോക്കിയിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ തന്നെ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോവാം. ഓക്കെ, ഇനി ഓരോ ബീഡ് കോർക്കുക. അപ്പോൾ എക്സ്ട്രാ പുറത്തുനിന്നൊരു ബീഡ് ഇനി കോർക്കേണ്ട ആവശ്യമില്ല, സെൻറ്ററിലെ ബീഡ് മാത്രമേ കോർക്കണ്ടൂ. ഓരോന്ന് വന്നിട്ടുള്ള ബീഡ് നമ്മൾ ഈ ഒരു ലെറ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ, എ ലെറ്ററിൽ 2 സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോർക്കാം, സെൻറ്ററിൽ പുതിയൊരു ബീഡ് കോർക്കാം. ഓപ്പോസിറ്റായിട്ട് കോർക്കാം. സോറി. അപ്പോൾ പുതിയ വർഷത്തിന് പുതിയ ഹാബിറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായോ? ഞാൻ എല്ലാ പ്രാവശ്യവും ഡിസംബറിൽ എഴുതി വെക്കും, ഇന്നേ മാറ്റങ്ങളൊക്കെ വരുത്തും. കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് പോകും, പിന്നെ അങ്ങനെ വിട്ടു കേട്ടോ. ഒരുപാട് അങ്ങ് എഴുതി വെക്കും. മുമ്പൊക്കെ രാവിലെ എഴുന്നേറ്റു മെഡിറ്റേഷൻ, വർക്കൗട്ട്, എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക്, രാവിലെ എഴുന്നേറ്റ് പാട് കുളിക്കൽ, അങ്ങനെ കുറേ എഴുതി വെക്കും. ഒരുമിച്ച് എഴുതി വെച്ചിട്ട് ഒരു മാസം കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. പിന്നെ മെല്ലെ ഓരോ ഹാബിറ്റ് കുറയാൻ തുടങ്ങും, പിന്നെ അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മാസം ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നത്, സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോകും, എഴുന്നേൽക്കുന്നത് ഒരു 7 മണിക്കാണെന്ന് വിചാരിക്കാം.
അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാബിറ്റിൽ വരുത്തിയ മാറ്റം ആ 7 മണി എന്നുള്ളത് ഒരു 6:50 അല്ലെങ്കിൽ 55 എഴുന്നേൽക്കാൻ തുടങ്ങി. എഴുന്നേറ്റു കുറച്ച് സമയം പുറത്തെവിടെയെങ്കിലും ഇരിക്കും. ഓക്കെ, ആ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 5-10 മിനിറ്റ് മുന്നേ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഒരു മാസം അങ്ങനെ ചെയ്തു. ആ ഇരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ചുമ്മാ ഇങ്ങനെ മടി പിടിഞ്ഞ് പിടിച്ചിരിക്കുകയല്ല കേട്ടോ. ഒരുപാട് കിളികളൊക്കെ കാണാം, അവരുടെ ശബ്ദങ്ങൾ കേൾക്കാം. നല്ല രീതിക്ക് ഇങ്ങനെ ബ്രീത്ത് ചെയ്യും. എന്നാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു ഫ്രഷ് എയറില്ലേ, അതിങ്ങനെ ശ്വസിച്ച് ഇരിക്കും. നെക്സ്റ്റ് വന്നിട്ട് അടുത്ത മാസം ചെയ്യും എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിന്നെയും ഒരു 10-5 മിനിറ്റ് കുറച്ച് ബേക്കോട്ടേക്ക് വരും. 6:40 അങ്ങനെ വരും കേട്ടോ. അപ്പം ഞാൻ ആഡ് ചെയ്യും, മെഡിറ്റേഷൻ ആഡ് ചെയ്തു. അപ്പം പിന്നെ അവിടെ ഇരുന്നിട്ട് പുറത്ത് വന്നിരിക്കുമല്ലോ, അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞു അതെനിക്ക് സെറ്റായി, അതില്ലാതെ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ പതിയെ കുറച്ചുകൂടി സമയം ഒന്ന് മുന്നോട്ടേക്ക് ചാടി. അങ്ങനെ ചാടി ഇപ്പം വന്നിട്ട് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യാൻ തുടങ്ങി, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി, അഫർമേഷൻ രാവിലെ ചില സമയത്ത് പറയും, കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ എന്താ പറയുക, ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കേട്ടോ. ഒരുമിച്ച് എടുത്ത് ചാടി നടക്കുന്ന കാര്യമല്ല, അത് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പം ഇന്ന് മുതലേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ. ഇനിയിപ്പോൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനും നോക്കണ്ട, പതിയെ ചെയ്യാം. എടുത്ത് പിടിച്ച് ചാടി നമ്മൾ ആവേശത്തിൽ എടുത്ത് ചാടും, പിന്നെ അങ്ങ് സ്ലോ ആവും. അതിനെ നിൽക്കാതെ പതിയെ ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക. എല്ലാം ഒരുമിച്ച് തുടങ്ങിയിട്ട് പകുതി വഴിയിൽ ഇട്ട് പോകുന്നതിനേക്കാളും നല്ലതാണ് ഓരോ ദിവസമല്ല, ഒരു മാസം ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനും പറ്റും. പിന്നെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. ആദ്യമൊക്കെ 7 മണിക്ക് എണീക്കുന്ന ആൾ 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കുറച്ച് ദിവസം എഴുന്നേൽക്കും, പിന്നെ അവിടെയാവും. അപ്പോൾ പതിയെ കൂട്ടുകയാണെങ്കിൽ നമ്മളെ ബോഡിയും അതിന് വേണ്ടിയിട്ട് സെറ്റാവും, മൈൻഡും സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങ് പറയും. പിന്നെ എന്താ, അങ്ങനെ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ വർക്കിങ്ങിനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാനൊക്കെ മുമ്പ് ഒരുപാട് ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഇങ്ങനെ കാണും. എന്നിട്ട് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കും, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കും, എല്ലാം ഫ്ലോപ്പാവും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്വയം ഒരു മാറ്റം വരുത്തിയപ്പോഴാണ് എൻ്റെ ഹാബിറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ച് ഇനിയും മാറ്റം വരാനുണ്ട്. ഓരോന്നായിട്ട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് 2 ആഴ്ചയൊക്കെ ഓടും. എങ്ങനെയെങ്കിലും ഓടുമെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ്, ഒരുപാട് വർക്കൗട്ട് ചെയ്യും, ഭക്ഷണം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അത് മടിയാവും, അതിൻ്റെ ഒരു ഇഷ്ടം അങ്ങ് കുറയും. അപ്പോൾ പിന്നെ എന്താ പറയുക, ആദ്യത്തെ ദിവസം ഒരു 2 മിനിറ്റ് വർക്കൗട്ട്, അങ്ങനെ ഒരാഴ്ച 2 മിനിറ്റ് വർക്കൗട്ട്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയമാകുമ്പോഴേക്കും 2 മിനിറ്റ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി വന്നാൽ പിന്നെ അത് ഒരു 3 മിനിറ്റാക്കി സമയം കൂട്ടി വന്നു. അതേപോലെ ഫാസ്റ്റിംഗ് വന്നിട്ട് ഒരുപാട് മണിക്കൂർ, 16 മണിക്കൂർ 20 മണിക്കൂറൊന്നുമില്ല കേട്ടോ. ഞാൻ വന്നിട്ട് 14 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വെയിറ്റ് കുറയില്ലെങ്കിലും പതിയെ തിരക്ക് കൂട്ടിയിട്ട് വെയിറ്റ് കുറച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ നമുക്കത് വീണ്ടും അങ്ങനെ തന്നെ എന്താ പറയുക, വെയിറ്റ് കൂടും. അപ്പോൾ അതിന് നല്ലത് പതിയെ കുറക്കാം. അപ്പോൾ പതിയെ കുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരു വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഇത് വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അത്രയും പതിയാണ് ഞാൻ പോകും. 14 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് ഉണ്ട്. ഭക്ഷണത്തിൽ വലിയ രീതിക്ക് കൺട്രോൾ ഇല്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് ഇന്നൊരു ദിവസം പോയിട്ട് ഭക്ഷണം ഒരുപാടങ്ങ് കുറക്കാമെന്ന് വിചാരിച്ചാൽ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ കഴിക്കും. പക്ഷേ അത് നമ്മൾ എന്താ പറയുക, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞു വരും കേട്ടോ. നമ്മളായിട്ട് കുറക്കണ്ട, അത് തനിയെ അങ്ങ് കുറഞ്ഞു വരും. ഓക്കെ,
അപ്പോൾ വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ, എനിക്ക് വലിയ രീതിക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ ചെറിയ രീതിക്ക് ഇങ്ങനെ ചെയ്ത് എനിക്ക് വന്ന മാറ്റങ്ങൾ. ഞാൻ ഫസ്റ്റ് വന്നിട്ട് 70 kg ഉണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് 64 എത്തിയിട്ടുണ്ട്. അത്രയും പതുക്കെയാണ് പോകുന്നത് കേട്ടോ, അത്രയും പതുക്കെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ പോലും അറിയാതെ വെയിറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെയിറ്റ് ലോസിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇങ്ങനെ പതിയെ വെയിറ്റ് കുറക്കണം എന്നുള്ളൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. ഇത്രയേ ഉള്ളൂ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ വേറെ എവിടെയൊക്കെയോ എത്തി കേട്ടോ. ആ ന്യൂ ഇയറിൽ തുടങ്ങിയതാണ്, അങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്താ, ബക്കറ്റ് ലിസ്റ്റ് എഴുതുക കേട്ടോ. ഓരോരുത്തരെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഡേറ്റ് കൊടുക്കുക. വിഷൻ ബോർഡ് തയ്യാറാക്കുക. വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ ചുമ്മാണ്. അത് ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മളതിലങ്ങ് അടിമപ്പെട്ടു എന്നറിയില്ലേ, അത്രയും നല്ലൊരു കാര്യമാണ് വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ. അതൊക്കെ നടക്കുമോ, കറക്റ്റ് ശരിക്കും നടക്കും, എല്ലാം സക്സസ് ആവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് വിഷൻ ബോർഡൊന്നും എഴുതാത്തവർ എഴുതുക കേട്ടോ, ഒന്ന് എഴുതി നോക്കുക. ഞാൻ ഈ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, സംസാരിക്കുന്നതിൻ്റെ ഇടയിലും വർക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യമില്ലേ, ഈ ഒരു വർക്കും നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ലേ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കോർത്ത് വരാൻ. അപ്പം നല്ല രീതിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചിലപ്പം ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളത് ഞാൻ വേഗം പോയിട്ട് ഇത്രയും ടഫായത് പോസ് ചെയ്യുമ്പോൾ മോശമല്ലേ. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വളച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല, കുറച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് ലെറ്റർ ഇനി വേണമെന്ന്. അപ്പം ലെറ്റർ കമൻറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം എനിക്ക് ചെയ്ത് നോക്കണം. മുമ്പേ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളൊരു കമൻറ്റ് കാണുമ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അതിൽ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള രീതി എങ്ങനെയാണോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കും. അതാണ് ഞാൻ ചില വീഡിയോ ഒക്കെ ആരെങ്കിലും കമൻറ്റിൽ പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത് എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് വേറൊരു എന്താ പറയുക വഴിയുണ്ട് ചെയ്യാൻ, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുകയില്ല, അങ്ങനെയൊന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ വരിക. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോഴും എനിക്ക് ടെൻഷനാണ്. ഇത്രയും സമയം ക്ഷമയോടെ ആരെങ്കിലും ഇരുന്ന് കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഏകദേശം കഴിയാറായി, പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഭാഗം കുറച്ച് ടഫുള്ള കാര്യം തന്നെയാണ്. കുറച്ചാണേ, വലിയ രീതിക്കൊന്നുമില്ല. ഇത് കേട്ടിട്ട് അന്ന് ഇത് ചെയ്യേണ്ടത് പിന്നെ വെച്ച് പോകണ്ട കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് സെയിലിൽ പോകും കേട്ടോ. ഈ ഒരു കീ ചെയിനൊക്കെ, ലെറ്റർ കീ ചെയിനൊക്കെ സെയിലിൽ നല്ല രീതിക്ക്, പ്രത്യേകിച്ച് ബീഡ്സൊക്കെ വരുന്നതുകൊണ്ട് ഒരു വെറൈറ്റി അല്ലേ, സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ബീഡ്സ് കൊണ്ടുള്ള കീ ചെയിൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് ലെറ്റേഴ്സ്, എല്ലാ ലെറ്ററൊന്നും വേണ്ട, ചില ലെറ്റേഴ്സ് സെഡൊക്കെ പോകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സെഡ് പേര് ഉണ്ടാവില്ലേ, സെഡ് വെച്ചിട്ട് പേരൊക്കെ. അപ്പോൾ അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന SRAM N അങ്ങനെയൊക്കെ കുറച്ച് ലെറ്റേഴ്സില്ലേ കോമൺ ആയിട്ട് എല്ലാവരുടെ പേരിലും വരുന്നത്, R, അതൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് സെയിലിൽ വെച്ച് നോക്കുക. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ പേര് എന്താണോ ആ ഒരു പേരിൻ്റെ ലെറ്റർ വെച്ചിട്ട് ഒരു കീ ചെയിൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കൂ. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ചോദിച്ച് വന്നോളൂ.
ഓക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. പിന്നെ കീ ചെയിൻ്റെ ഒരു ചെയിൻ കേട്ടോ, അത് ചെറിയ റേറ്റിന് കിട്ടും. ബൾക്കായിട്ട് കുറച്ച് അധികം വാങ്ങുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ, മീഷോയിലൊക്കെ. കുറേ മുമ്പേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ ഭാഗം കഴിയാറായി. ഇനിയൊരു 2 ബീഡ് കൂടെ വന്നാൽ മതി. ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ സംസാരം ബോറടിച്ചു എന്ന് തോന്നുന്നവർ വർക്കിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. കാതിനെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ശ്രദ്ധ മാറ്റിയിട്ട് ഈ ഒരു വർക്കിൽ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റും. കഴിയാറായി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ലാസ്റ്റ് ബീഡാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താ വേറെ അതിലൊന്നും ഇതാവാനില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബ്, നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങൾ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടെന്നറിയാമോ. ഓരോ കമൻറ്റ് വരുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം പറയാം. പിന്നെ ഞാൻ ലൈവിൽ വരും ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ ലൈവിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിക്കാം. നമ്മൾ ഒരു ഫ്രണ്ട്സിനെ പോലെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക കണക്ഷൻ വരും, നല്ലൊരു ബോണ്ട് വരും. എനിക്ക് എന്താ പറയുക ചാനലിൽ കമൻറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആയവരും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഒട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നേക്കും. ഉണ്ട് കേട്ടോ. ചാനലിൽ കമൻറ്റ് ചെയ്തു പിന്നെ ഞാൻ അവരുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എൻ്റെ ലൈവിൽ ചിലപ്പോൾ നിങ്ങൾ വന്നാൽ അറിയാൻ പറ്റും. അവൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നല്ല രീതിക്ക് അവരോട് സംസാരിക്കും. എൻ്റെ നല്ല ഫ്രണ്ടായിട്ട് കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയാൽ നല്ലതല്ലേ. ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളത് കുറച്ച് നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. എന്തിനാ പറഞ്ഞത്? കമൻറ്റ് ചെയ്യാം കേട്ടോ. അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ലൈവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നെപ്പറ്റി ചോദിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. നമുക്ക് അങ്ങനെ അങ്ങ് സംസാരിച്ചിട്ട് ഏതെങ്കിലും വർക്ക് അങ്ങനെ ചെയ്തങ്ങ് പോവാം. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഇതാ ലാസ്റ്റത്തെ ഈ ഒരു ബീഡിൽ കോർത്തിട്ട് നമുക്കിവിടെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാണുന്നുണ്ടോ? ഇതാ ഈ ഒരു ബീഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേ കൊണ്ടുവന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കണം. ഈ ഒരു വയറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനടുത്ത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് കഴിഞ്ഞു. 2-3 ബീഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയിട്ട് കെട്ടി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പോവാം. അതേപോലെ ഇപ്പുറത്തെ വയറും ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ പോവാം. വേണമെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് ഇപ്പുറത്തെ ബീഡിലേക്ക് വന്നിട്ട് ഒരുമിച്ച് എത്തിച്ചിട്ട് എന്താ ചെയ്യാം, അവിടെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ വയറ് പിരിച്ച് വെക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ലെറ്റർ സെറ്റായിട്ടുണ്ട്.
ചിലർ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ സെൻറ്റർ ബീഡ് വെക്കും കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാര്യം. അപ്പം അത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി നിങ്ങളോടൊന്നും പറയാത്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു വഴിയാണിത്. ഇതവിടെ എന്താ ഈ സെൻറ്റർ ഇങ്ങനെ അടർന്ന് വരത്തൊന്നുമില്ല, കറക്റ്റ് അവിടെ ഫിറ്റായി തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി വന്നിട്ട് അടുത്തുള്ള ബീഡിലേക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് കോർക്കാം. നമ്മൾ കെട്ടിക്കഴിഞ്ഞു കേട്ടോ, അവിടെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം ഏതെങ്കിലും ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഓക്കെ, ഇതേപോലെ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളെ എ വന്നു കേട്ടോ. എ ലെറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി വന്നിട്ട് ഈ ഒരു കീ ചെയിനിൻ്റെ ഈ ഒരു ചെയിൻ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു ഓപ്പൺ റിങ് കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല കട്ടിയുള്ളതാണ്. നമ്മൾ കൈ കൊണ്ടൊന്നും പ്രസ് ചെയ്താൽ ഇത് ഈ ഒരു ഹോഡ് അടയില്ല കേട്ടോ, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതിനെ വന്നിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. അപ്പോൾ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കുറച്ച് വലിയ ബീഡാണ്, ഇതിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. അങ്ങനെ കോർക്കുന്നവർക്ക് അങ്ങനെ കോർക്കാം. ഇങ്ങനെ ഈ ഒരു കാണുന്നുണ്ടോ, ഇങ്ങനെ കോർക്കുന്നവർക്ക് അങ്ങനെ കോർക്കാം. അല്ല ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കോർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിക്കാണോ നിങ്ങൾക്ക് ഈ ഒരു റിങ്ങിനെ കോർക്കാൻ പറ്റുന്നത് അങ്ങനെ കോർക്കാം. അടുത്ത ഓപ്ഷൻ വന്നിട്ട് ഈ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ കോർക്കാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും കോർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കോർക്കാം അല്ലേ, സൈഡിൽ കോർക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇങ്ങനെ കോർത്തിട്ട് അപ്പോൾ ഇത് പ്രസ് ചെയ്യാൻ കുറച്ച് നല്ലതല്ല, കുറച്ച് സ്ട്രെയിൻ കൊടുക്കണം, ശക്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഈ റിങ്ങിനെ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാം. ഇതേപോലെ നല്ല കട്ടിയാണ് കേട്ടോ. ഇത് കൈ കൊണ്ട് വളച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. എന്നെപ്പോലുള്ളവർക്കാണ്, നല്ല ശക്തിയുള്ളവർക്കൊക്കെ പറ്റുമായിരിക്കും, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വന്നോളൂ. ഇനി ഇതിനെ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. ഓക്കെ, കോർത്തു. ഈ ഒരു ചെയിന് കോർക്കാം. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്യാം. ഈ ഒരു കീ ചെയിനിൽ ഈ ഒരു പരിപാടി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പ്രസ് ചെയ്യാം. ഇനി വന്നിട്ട് ഈ ഒരു ഓപ്പൺ ആയ ഭാഗമില്ലേ, അതുകൂടെ പ്രസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ലെറ്റർ വെച്ചിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ലെറ്റർ കീ ചെയിൻ സെറ്റായിട്ടോ. എ ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ലെറ്റേഴ്സ് വേണമെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇത് പോകണ്ടോ എ മുതൽ സെഡ് വരെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി വന്നിട്ട് ഇവിടെ കുറച്ച് എന്തെങ്കിലും ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത്
പ്രത്യേകിച്ച് വേറെ ബീഡ്സ് ഒന്നും ഇല്ല. ഞാൻ ഈ ബീഡും ഈ ഒരു മെറ്റീരിയൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടുണ്ടോ, ഇത് അഴിഞ്ഞു പോയി. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു റിങ് ഓപ്പൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, കണ്ടോ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് പഴിഞ്ഞു പോയത് കണ്ട് നിങ്ങൾക്കും പറയാൻ പറ്റി, ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ പ്രത്യേകം അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു റിങ്ങൊക്കെ ഓപ്പൺ ആണോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അഴിഞ്ഞു വരാൻ നല്ല രീതിക്ക് പെട്ടെന്ന് അഴിഞ്ഞിങ്ങ് വന്നെങ്കിലും തിരിച്ച് അതിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, അതാണ് സംഭവിച്ചത്. ഒന്നാമത് വീഡിയോയിൽ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. എന്നാലും സംസാരത്തിനൊരു കുറവില്ലാന്നായിരിക്കുമല്ലേ വിചാരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യണം. ഓൾറെഡി 45. ഓക്കെ എടാ, ഞാനിത് പറഞ്ഞു തരാം. പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ചെയിനില്ലേ, റിങ്, അത് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് കോർക്കാം. അതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിയാം. അല്ലാതെ അത് നേരെ ഈ റിങ്ങിലേക്ക് കോർക്കണം എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ വർക്ക് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ, ഈ ഒരു ഭാഗം. അപ്പോൾ അടുത്ത ചെയിനൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, എല്ലാം ടൈറ്റാണ്. ഇതിൻ്റെ ഇവിടെ എന്തെങ്കിലും ഹാങ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ. കുഞ്ഞു ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെയോ ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഒരു ബീഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു ബീഡോ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും. ഓക്കെ, ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഓൾറെഡി വീഡിയോ ഒരുപാട് ലെങ്തായി, ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. ഒപ്പം എൻ്റെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.